സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ ഇന്ന് ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരു ക്ഷീണാവസ്ഥയിലായിരിക്കും. അപ്പം നമ്മളതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇന്ന് വൈകിട്ടൊരു വാർത്ത കണ്ടു. ഇന്ന് ഉച്ചയ്ക്ക് കോഴിക്കോട് നാദാപുരത്ത് ഒരു വസ്ത്ര വിൽപ്പനശാലയിൽ തിക്കും തിരക്കും കാരണം അവിടുത്തെ ഗ്ലാസ് മറിഞ്ഞു വീണ് ഏതാണ്ട് 10ഓളം പേർക്ക് പരിക്ക്, അതിൽ കുറച്ച് പേർക്ക് ഗുരുതരമായ പരിക്ക്. ഈ ഒരു ന്യൂസ് കണ്ടു. അപ്പോൾ ഇത് വളരെ നമ്മുടെ കേരള സമൂഹത്തെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഈ ആൾക്കാർ ചിന്തിക്കുകയൊന്നും ചെയ്യത്തില്ല എന്തോ ആ സംഭവം നടക്കുന്നത്. 99 രൂപയ്ക്ക് എന്ത് വസ്ത്രം കിട്ടും എന്ന് പറഞ്ഞപ്പോഴത്തേന് ആൾക്കാർ ഇടിച്ച് കയറാൻ, തലേദിവസം ഇടിച്ച് കയറാൻ തുടങ്ങി. ചുമ്മാതെ എന്ത് കിട്ടും? പണ്ട് ആട്, മാഞ്ചിയം, തേക്ക് എന്നൊക്കെ പറഞ്ഞ് തന്നെ കബളിപ്പിക്കപ്പെട്ടു. അതുപോലെ കബളിപ്പിക്കപ്പെടുന്നവരുടെ ഒരു നിര തന്നെ കേരളത്തിലുണ്ട്. ഒന്നാമത് എളുപ്പം പൈസ ഉണ്ടാക്കണം. ഇത് പൈസ ഉണ്ടാക്കുന്ന കാര്യമല്ല. ചുളിയിൽ 99 രൂപയ്ക്ക് ഒരു ജീൻസോ അല്ലെങ്കിൽ ഒരു സാരിയോ കിട്ടും എന്നാണ് ഇവർ വിചാരിക്കുന്നത്. കടക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ എങ്ങനെയെങ്കിലും അവരുടെ ഒരു സെയിൽസ് വർദ്ധിപ്പിക്കാനായിട്ട് അവർ ഒട്ടും പ്രതീക്ഷിച്ച് കാണത്തില്ല ഇത്ര ആൾക്കാർ ഇടിച്ച് കയറുമെന്ന്. ഇത് ആൾക്കാരുടെ ഒരു കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായമായിട്ട് അവർ ചിന്തിക്കുന്നില്ല എന്തോ സംഭവിക്കുന്നു. അപ്പോൾ ഞാൻ പറയട്ടെ. അപ്പോൾ ഇത് കടക്കാർ അവരതിൻ്റെ സുരക്ഷയും ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോൾ ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനൊരു ഓഫർ കൊടുക്കുമ്പം ചിലപ്പം വീണ്ടും ഇത് ആലോചിക്കുമായിരിക്കും. ഇവരിതൊന്നും പ്രതീക്ഷിക്കാതാണ് ഒരു ഓഫർ കൊടുക്കുന്നത്. അവർ ചിലപ്പം നമ്മൾ രാവിലെ പത്രം വരുമ്പോൾ അതിനകത്തൊരു നോട്ടീസ് കാണും, ഇതുപോലെ 99 രൂപ. അതുപോലെ വാട്സപ്പിൽ കൂടെ ഒക്കെ പരസ്യം കൊടുത്ത് ആൾക്കാർ രാവിലെ തൊട്ട് ഇടിച്ചു കയറിയിട്ടപ്പം എനിക്ക് ആദ്യം വേണം അല്ലെങ്കിൽ തീർന്നു പോകും എന്നുകൊണ്ടാണ് ഈ ആൾക്കാരുടെ ഇടിയ അവർക്ക് നിയന്ത്രിക്കാനൊത്തില്ല. അങ്ങനെ നിയന്ത്രണത്തിന് അതീതമായിട്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇത് നമ്മൾ കേരള സമൂഹം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വില കുറച്ചും അല്ലെങ്കിൽ ചുമ്മാതെയൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ നിർത്തി ഇടിച്ച് കയറുന്ന ഒരു രീതി അത്ര ശരിയല്ല. നമ്മൾ ചിന്തിക്കണം. ഇത് ചുമ്മാ അവർ കൊടുക്കത്തില്ലല്ലോ, അല്ലെങ്കിൽ എന്തൊരു സംഭവം ഉണ്ടല്ലോ. ഇതൊക്കെ നിങ്ങളിതൊക്കെ ചിന്തിക്കണം. എന്നിട്ട് വേണം ഇതിനെ ആലോചിക്കണം. അല്ലാതെ കടക്കാരെ മാത്രം കടക്കാരെ കുറ്റം പറയണം. അവരെ പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഒരു കടക്കാരെ അവരിത്ര പ്രതീക്ഷിച്ച് കാണത്തില്ല. പക്ഷേ ആൾക്കാരാണ് ഇത് ചിന്തിക്കേണ്ടത്. ഇത്ര ഒരു ഓഫറിൽ നമുക്കിതിനുള്ള സാധനം കിട്ടുമോ, അതിനിടിച്ച് കയറണോ എന്നൊക്കെ ചിന്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്.